എടാ പടം എങ്ങനെ ഉണ്ടായടാ? പടം എങ്ങനെ ഉണ്ടായി? അടിപൊളിയാണ്. ബ്ലാക്ക് പാന്തർ, ക്രീഡ് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ റയാൻ കൂഗ്ലർ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് സിന്നേഴ്സ്. മൈക്കിൾ ബി ജോർഡൻ ആണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. നമുക്കറിയാം പുള്ളിയും ബ്ലാക്ക് പാന്തറിലും ക്രീഡിലൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ ക്രീഡ് കണ്ടിട്ട് പുള്ളിയുടെ ഭയങ്കര ഫാനായതാണ്. ഏതായാലും ഞാൻ ഈ സിനിമക്ക് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ ജേണർ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ഈ ആക്ഷൻ ഹൊറർ എന്നാണ്. യൂട്യൂബിൽ ട്രെയിലറിൻ്റെ കുറച്ച് ഗ്ലിംസും കണ്ടപ്പോൾ വെടിവെപ്പും കുറേ ഗൺ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പക്ക ഹോളിവുഡ് പടം, പക്ക ഒരു ആക്ഷൻ പടം കാണാമെന്നുള്ള മൈൻഡിലാണ് കയറിയത്. എന്നാൽ സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് വേറൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ഇപ്പോൾ ഈ മാർട്ടിൻ സ്കോർസെസിയൊക്കെ പറഞ്ഞതുപോലെ നമ്മളൊരു മാർവൽ സിനിമയൊക്കെ കയറുമ്പോൾ നമുക്കറിയാം അതിലെന്താ നടക്കാൻ പോണേ, ആ സിനിമ ത്രൂ ഔട്ട് എങ്ങനെ ഇരിക്കും നമുക്കറിയാം, ആ സിനിമയിൽ എന്ത് കിട്ടും എന്നൊക്കെ. എന്നാൽ ഇത് ഡേവിഡ് ലിഞ്ചും പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ ശരിക്കൊരു സിനിമ അല്ലെങ്കിൽ കഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റരുത് അടുത്ത് എന്താണ് നടക്കാൻ പോണേന്ന്. അതാണ് ഒരു പെർഫെക്റ്റ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഈ കിഷ്കിന്ത ഉണ്ടാവുക പോലെ അതിങ്ങനെ ചുരുളഴിഞ്ഞു വരും. അപ്പോഴാണ് നമുക്കൊരു ക്ലൂവും തരരുത് അത് അടുത്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ സിന്നേഴ്സ് അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു സാധാരണ ഒരു ഇംഗ്ലീഷ് സിനിമ കാണാം അല്ലെങ്കിൽ ഒരു പക്ക ഹോളിവുഡ് ആക്ഷൻ പടം കാണാം എന്നുള്ള വൈബിൽ കയറിയിട്ട് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പീരീഡ് ഡ്രാമ രീതിയിലാണ് തുടങ്ങുന്നത്. മൈക്കിൾ ബി ജോർഡൻ ആണ് നായകനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഡബിൾ റോളാണ് ഇതിൽ, ബ്രദേഴ്സായിട്ടാണ്, രണ്ടും പുള്ളി തന്നെയാണ്. അപ്പോൾ ഇവർ ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഒരാൾ വളരെ റഫ് ആൻഡ് ടഫ്, ഒരു വളരെ മാസ്കുലിനായിട്ടുള്ള ആളും, മറ്റേ ആളും ഒട്ടും മോശമല്ല, ഇത്തിരി മീറ്റർ താഴെയുള്ള ആൾ. അപ്പോൾ ഇവരുടെ ഒരു വേൾഡിലേക്കാണ് കഥ കിടക്കുന്നത്. പഴയ കാലത്ത് ഒരു അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരുടെ ഒരു സൊസൈറ്റിയൊക്കെയാണ്. ഈ ബ്രദേഴ്സ് ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പാണ്. അവർ ഒരു സ്ഥലമൊക്കെ മേടിച്ച് ഒരു സോമില്ലൊക്കെ മേടിച്ച് കുറേ പരിപാടികൾക്കൊക്കെ ഉള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ കുറേ ആൾക്കാരെ കൂട്ടി ഒരു മ്യൂസിക് ബാൻഡ് പോലെ കുറച്ച് ആൾക്കാരെ രാത്രിയിലത്തേക്ക് ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഥ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് പീരിയഡ് ഡ്രാമ, കുറേ കോമഡി എലമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു ലൈറ്റർ ടോണിലൊക്കെയാണ് പോകുന്നത്. എന്നാൽ രാത്രി അപ്പോൾ ഇവരിങ്ങനെ വന്ന് ഒരു മ്യൂസിക്കിൻ്റെ ഇത് ഫെസ്റ്റൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ സിനിമ പെട്ടെന്ന് മ്യൂസിക്കൽ ജേണറാവും. ഒരു ലാലാലാൻഡൊക്കെ പോലെ നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ വിചാരിക്കേണ്ടത് ഒരു സാധാരണ ഒരു ഹോളിവുഡ് ചേരുവകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർമുലകളിലൊന്നുമല്ല ഈ സിനിമ വരുന്നത്. വളരെ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മളൊരു ഫെസ്റ്റിവലിനൊക്കെ കാണുന്ന പോലെ വളരെ ഒരു പരീക്ഷണാർത്ഥത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇങ്ങനെ മ്യൂസിക്കലിൻ്റെ പരിപാടി ഇതൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ വിഷ്വൽസും ഇതൊക്കെ പോകുന്നതും ഒരു സ്റ്റാൻലി ക്യൂബ്രിക് അല്ലെങ്കിൽ ഒരു ലിജോ ജോസിൻ്റെയൊക്കെ സിനിമകളില്ലേ, ഈ റിയലിസ്റ്റിക്കും ഫാൻറ്റസിയും കൂടി മിക്സൊക്കെ ചെയ്ത് ഇപ്പോൾ ജെല്ലിക്കട്ട് ടീമായോയിലൊക്കെ കാണുന്ന പോലെ വേറൊരു സംഭവം, വളരെ ഫ്രഷ്. അങ്ങനെ അപ്പോഴും അങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നത്. അപ്പോഴും ആക്ഷനും ഇതൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെ ഈ റിയലിസ്റ്റിക്കിൽ നിന്നൊരു ഫാൻറ്റസി ഇതിലേക്ക് വാമ്പയർസൊക്കെ വരുന്നു. അങ്ങനെ ബാക്കി പിന്നെ ത്രൂ ഔട്ട് ഒരു പക്ക സോംബി മൂവി പോലെയാണ് ഈ ക്ലൈമാക്സ് അങ്ങനെ തീർക്കുന്നത് പടം. സെക്കൻഡ് ഹാഫ് മൊത്തം അങ്ങോട്ട് ആക്ഷനാണ് പിന്നെ. അപ്പോഴും പക്ഷേ ഇത് വളരെ ഒരു ജേണർ ഡിഫൈങ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ചെറിയൊരു കല്ലുകടിയായിട്ട് തോന്നിയത് ഈ സിനിമ തീർന്ന് എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കുറച്ച് സീനുണ്ട്. അത് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെച്ചാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ആ സീൻ കണ്ടപ്പോൾ അത്ര വർക്കായില്ല. എങ്കിലും മൊത്തത്തിൽ ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ഈ എമ്പുരാൻ്റെയൊക്കെ പോലെ വളരെ നീളത്തിലുള്ള ഒരു സംഭവമാണ്. ഈ ഐമാക്സിൽ കണ്ടാലും അടിപൊളിയായിട്ട് കാണാമെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.